ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്നാൽ ഭാരത സംസ്കാരവും സ്ത്രീകളുടെ വസ്ത്രധാരണവും കുംഭമേളയും GDPയും 4 വ്യത്യസ്ത തരങ്ങളിലുള്ള പോയിന്റ്സിനെ കോർത്തിണക്കിയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്ക് ഞാൻ ഓൾറെഡി ഇംഗ്ലീഷിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ മലയാളത്തിലും കൂടി ചെയ്യുന്നത് ഒരുപാട് ആളുകളിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ്. ആൻഡ് ഇതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു രാജ്യത്തിനോ സ്റ്റേറ്റിനോ കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ ചെറിയൊരു സ്പേസിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് വർഷങ്ങളായി ഇങ്ങനെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്, പുതിയൊരു വിഷയമൊന്നുമല്ല. പക്ഷെ 2025 ഇതൊരു വലിയൊരു വിഷയമാവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷെ ഇത് ഇപ്പോൾ ഒരു വലിയൊരു ചർച്ചയായതുകൊണ്ടും പിന്നെ പല ഡിസ്കഷൻസിലും ഭാരത സംസ്കാരം ഇങ്ങനെയാണ്, ഭാരതത്തിന് പൈതൃകം ഇങ്ങനെയാണെന്നൊരു സ്പെസിഫിക്കേഷൻസ് പല ഡിസ്കഷൻസിലും കണ്ടു. അപ്പൊ ആ ഒരു സ്പെസിഫിക്കേഷൻ ഇങ്ങനെ ഒരു മെൻഷനിങ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ടോപ്പിക് ടച്ച് ചെയ്യാനുള്ള കാരണം. അതല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചതേ അല്ല. പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം ഒക്കെ ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്കതൊരു റെലവൻറ്റ് ടോപ്പിക്കായിട്ട് തോന്നിയില്ല. പക്ഷെ ഇങ്ങനെ ഭാരത സംസ്കാരത്തിന്റെ വിഷയം വന്നു. ആൻഡ് അഗെയിൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം എൻ്റെ ഓൺ ടോപ്പിക്, എൻ്റെ ഓൺ പോയിന്റ്സ് ആൻഡ് സജഷൻസ് മാത്രമാണ്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ തിരുത്തുക. അറിവ് തിരിച്ചും മറിച്ചും എല്ലാം ഷെയർ ചെയ്യാനുള്ളതാണ്. ആൻഡ് മലയാളത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ക്ഷമിക്കുക. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മളിങ്ങനെ ചർച്ചകൾ നടത്തുമ്പോൾ, ഡിസ്കഷൻസ് നടത്തുമ്പോൾ എപ്പോഴും ഫാക്ട്സ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ലൊരു സൊല്യൂഷനിലേക്ക് എത്താൻ സഹായിക്കും. പക്ഷെ നമ്മൾ ഈ ഫാക്ട്സ് അല്ലാതെ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അസത്യമായ കാര്യങ്ങൾ മിക്സ് ചെയ്ത് ഡിസ്കഷൻസ് നടത്തുമ്പോൾ അവിടെയാണ് അത് നമ്മൾ പറയാം അതൊരു പ്രൊപ്പഗാൻഡയാണ്, അല്ലെങ്കിൽ അജണ്ട, അവരുടേതായ ഇൻഡിവിജ്വൽ അജണ്ടാസ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുകയാണെന്ന് നമ്മൾ പറയും. പക്ഷെ അത് ഒരു സൊസൈറ്റിക്കോ കമ്മ്യൂണിറ്റിക്കോ ഈവൻ ആ ഇൻഡിവിജ്വലിന് പോലും ഒരു നല്ലൊരു റിസൾട്ട് കൊണ്ടുവരില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ മോർ ഓഫ് ഫാക്ട്സ് എപ്പോഴും ഡിസ്കഷൻസിൽ ഫാക്ട്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു വളരെ എല്ലാവർക്കും ഒരു നല്ലൊരു കാര്യം. അല്ലെങ്കിൽ അതിൽ നിന്ന് അങ്ങനെയുള്ള ഡിസ്കഷൻസിൽ നിന്ന് മാത്രമാണ് നല്ലൊരു പോസിറ്റീവ് ഔട്ട്കം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നൊരു ടോപ്പിക് വരുമ്പോഴെല്ലാം നമ്മൾ കാണുന്നത് ഭാരത സംസ്കാരത്തിൽ എങ്ങനെയാണ് സ്ത്രീകൾ വസ്ത്രം ധരിക്കേണ്ടത്, ഭാരത പൈതൃകത്തിൽ എങ്ങനെയാണ് എന്ന് കേട്ടപ്പോൾ എൻ്റെ അറിവിൽ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പൊ എനിക്കതൊരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നി. ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഭാരതത്തിന്റെ സംസ്കാരത്തിലോ പൈതൃകത്തിലോ ഒന്നും സ്ത്രീകൾ ഇങ്ങനെ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് സ്ത്രീകളല്ല ആരെ കുറിച്ചിട്ടും അങ്ങനെ ഒരു സ്റ്റിപ്പുലേഷൻസ് ഓർ ഡെഫിനിറ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ വസ്ത്രധാരണത്തെ കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പല റെഫറൻസസും എടുത്തു നോക്കി. വിഗ്രഹങ്ങൾ, പിക്ചേഴ്സ്, അങ്ങനെയുള്ള അവൈലബിൾ പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പല റെഫറൻസസും എടുത്തു നോക്കി. എവിടെയും അങ്ങനെ ഒരു സ്ത്രീകള് സ്പെസിഫിക് ആയി ഇങ്ങനെ മാത്രമേ വസ്ത്രം ധരിക്കാവൂ എന്നൊന്നും എഴുതിയതായിട്ടൊന്നും കണ്ടില്ല. അപ്പൊ ട്രഡീഷണലി നമ്മുടെ വസ്ത്രധാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സാരി അൺസ്റ്റിച്ച്ഡ് തയ്ച്ച് ഇട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല പണ്ട് കാലങ്ങളിൽ. അതിപ്പോ റോയൽറ്റി ആയാലും അല്ലാത്തവരായാലും എല്ലാവരും ഒരു അൺസ്റ്റിച്ച്ഡ് ക്ലോത്ത്, അതിപ്പോ സാരി ആയാലും ധോത്തി ആയാലും, ഇന്ന് സാരിയിൽ 1 മിനിറ്റ് സാരി എന്നെല്ലാം പറഞ്ഞിട്ട് സ്റ്റിച്ച്ഡ് വേർഷൻസ് വരുന്നുണ്ട്. പക്ഷെ ട്രഡീഷണലി നോക്കുകയാണെങ്കിൽ സാരി അല്ലെങ്കിൽ ധോത്തി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ 1 പീസ് ക്ലോത്ത് ആണ്, ഒരു അൺസ്റ്റിച്ച്ഡ് വേർഷൻ ഓഫ് എ ക്ലോത്ത്. അപ്പൊ അത് മാത്രമാണ്, അങ്ങനെ ഒരു വസ്ത്രധാരണമാണ് ട്രഡീഷണലി നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്ന ഒരു കൾച്ചർ. പിന്നെ പല ഇൻവേഡേഴ്സ് ലൈക്ക് ബ്രിട്ടീഷ് ഇൻവേഡേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ വന്നപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്തു, നമ്മൾ അഡാപ്റ്റ് ചെയ്തു. അല്ലാതെ നമ്മൾ റിജിഡ് ആയിട്ട് നിന്നില്ല. നമ്മൾ ഇങ്ങനെ ആയിരുന്നു, നമ്മൾ ഇങ്ങനെ ഇരിക്കൂ എന്നൊന്നും നമ്മൾ ആരും റിജിഡ് ആയിട്ട് നിന്ന് നമ്മളുടെ സംസ്കാരത്തെ ഒരു റിജിഡ് ആൻഡ്
കൺസ്ട്രൂഡ് ആയിട്ടുള്ള ഒരു സംസ്കാരമാക്കി നിർത്തിയില്ല. നമ്മൾ പ്രോഗ്രസ് ചെയ്തു, നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്തു, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അപ്ഗ്രേഡഡ് ആയിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ഭാരത സംസ്കാരത്തിൽ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സ്റ്റിപ്പുലേഷൻ ഇല്ല ആരെ കുറിച്ചിട്ടും. അപ്പോൾ നമ്മൾ എന്തിനെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ട്രഡീഷണലി നമ്മുടെ ഗോഡസ് ആൻഡ് ഗോഡസസ് ആയാലും റോയൽറ്റി ആയാലും ഒക്കെ നമ്മുടെ ഒരുപാട് ഓർണമെന്റ്സ് ആൻഡ് എക്സ്പെൻസീവ് മെറ്റൽസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായത് കാണാനുള്ളത്. റെഫറൻസസ് എടുത്ത് നോക്കുമ്പോൾ, അല്ലാതെ ഡ്രസ്സിന് പ്രത്യേകിച്ച് ആരും ഒരു എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും പറയുകയൊന്നും ഒന്നും എൻ്റെ അറിവിൽ കണ്ടില്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു സ്പെസിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എനിക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇപ്പോൾ കുംഭമേള എന്നൊരു ഗ്രാൻഡ് ഫെസ്റ്റിവൽ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഇന്റർനാഷണൽ മീഡിയാസ് കവർ ചെയ്തൊരു ഫെസ്റ്റിവലാണ് കുംഭമേള എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇറ്റ്സ് ലൈക്ക് എ സെലിബ്രേഷൻ. ഇറ്റ്സ് എന്താ പറയുക, വേൾഡ്സ് ലാർജസ്റ്റ് ഗാദറിംഗ് ഓഫ് എ ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. വേൾഡിലെ തന്നെ ഏറ്റവും വലിയൊരു സംഭവമായിട്ടാണ് എല്ലാവരും, നമ്മൾ ഉൾപ്പെടെ, കണ്ടത്. അപ്പോൾ അതിൻ്റെ ഈ പിക്ചേഴ്സ് അല്ലെങ്കിൽ മീഡിയയിലുള്ള റീൽസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ഷെയർ ചെയ്ത പിക്ചേഴ്സ് എല്ലാം കാണുമ്പോൾ അവിടെ എല്ലാം കാണാൻ കഴിയുന്നത് ഒരു വെറൈറ്റിയാണ്. ആരെയും ഫോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ മാത്രം വസ്ത്രം ധരിച്ചാലേ നിങ്ങൾക്ക് ഇവിടേക്കുള്ളൂ എൻട്രി ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മാത്രം വസ്ത്രം ധരിച്ചാലേ ഞങ്ങളുടെ ഫെയ്ത്തിന്റെ ഭാഗമാകാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഈ പ്രൊസീജിയർ ഓർ റിച്വൽസിന് ഇങ്ങനെ മാത്രം വരാനേ പാടുള്ളൂ എന്നൊരു സ്പെസിഫിക്കേഷൻസ് അവിടെ കണ്ടില്ല. അറ്റ്ലീസ്റ്റ് ആ പിക്ചേഴ്സ് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. അവിടെ പല രീതിയിൽ പലതരത്തിൽ ഡ്രസ്സ് ഇട്ടവരും വിവസ്ത്രരായവർ പോലും അവിടെ ഇൻവൈറ്റ് ചെയ്ത് വന്ന് ആ ഫെസ്റ്റിവലിന്റെ ഭാഗമായി മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു എനിക്ക് തോന്നുന്നു കുംഭമേള ഈസ് ദ ബിഗ്ഗസ്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ ഓർ ഇന്ത്യൻ സിവിലൈസേഷൻ അല്ലേ. കുംഭമേളയാണ്, കാരണം കോടാനുകോടി വർഷങ്ങളായിട്ട് സെലിബ്രേറ്റ് ചെയ്തു വരുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനേക്കാളും വലിയൊരു റെപ്രസെന്റേഷൻ വേൾഡില് ഇന്ത്യയുടെ പൈതൃകത്തിന് റെപ്രസെന്റേഷൻ ഇല്ല. അപ്പൊ ആ കുംഭമേളയിൽ നമ്മൾ എന്താണ് കാണുന്നത്? വസ്ത്രം ധരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വസ്ത്രം ധരിക്കാം, വിവസ്ത്രപരമായിട്ട് നടക്കുന്നവരെ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം, ഒരു ലോസ് ഓർ റെഗുലേഷൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി എങ്ങനെയാണോ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. നിങ്ങൾ എന്ത് വിശ്വാസമാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള ഏറ്റവും വലിയൊരു മെസ്സേജാണ് കുംഭമേളയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്ന് ഷെയർ ചെയ്താൽ എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന്. എനിക്കതിൽ നിന്ന് ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് ലേണിംഗ് ഫ്രം കുംഭമേള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, ദ സെലിബ്രേഷൻ ഓഫ് ഇൻഡിവിജ്വാലിറ്റി. ഒരാളുടെ വ്യക്തിത്വത്തിനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒരാളുടെ ലൈക്ക് ഇൻഡിവിജ്വൽ ബിലീഫ്സ് അല്ലേ. അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വാമിമാരെ നമ്മൾക്ക് റീൽസ് വഴിയെല്ലാം കാണാൻ കഴിയും. ചിലർ വിഭൂതി, മേല് മുഴുവൻ വിഭൂതി തേച്ച് നടക്കുന്നവര്, ചിലര് ഫുൾ കാവി വസ്ത്രത്തിൽ നടക്കുന്നവർ, ചിലർ ഫുൾ വൈറ്റ് ഡ്രസ്സിൽ നടക്കുന്നവർ. അപ്പോൾ ഓരോ ആളും നിങ്ങൾ ഇങ്ങനെ മാത്രമേ വരാൻ പാടുള്ളൂ, നിങ്ങൾ ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായോ പൈതൃകത്തിന്റെ ഭാഗമായോ ആരെയും ഫോഴ്സ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തരെയും സെലിബ്രേറ്റ് ചെയ്യാം, ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിനെ സെലിബ്രേറ്റ് ചെയ്യാം, അവരുടെ ഡിഫറൻസസിനെ അല്ലെ. ഞാൻ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ ഇതാക്കുന്നത് പോലെ മാത്രമേ മറ്റൊരാൾ പെരുമാറാനും വേഷവിധാനം ധരിക്കാനും പറ്റുള്ളൂ എന്നൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ പോലും അങ്ങനെ ഇല്ല. അപ്പൊ എത്രയോ ബ്രോഡ് മൈൻഡഡ് ആൻഡ് എത്രയോ ആക്സെപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംസ്കാരമുള്ള ആളുകളാണ് നമ്മൾ. അപ്പൊ നമ്മൾ അതിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാനല്ലേ നോക്കേണ്ടത്, അതിനെ വീണ്ടും വീണ്ടും ചെറുതാക്കാനല്ല ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഓൾ ഓഫ് യുവർ വ്യൂസ് ആർ വെൽക്കം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസസും ഇവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇന്ത്യയിൽ എനിക്ക് കുറേ ഡിഫറെൻറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞു. കാരണം എൻ്റെ അച്ഛനൊരു ട്രാൻസ്ഫറിങ് ജോബായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോർത്തിൽ താമസിക്കുമ്പോൾ വസ്ത്രങ്ങൾ അവിടെ നിന്ന് വാങ്ങും. അവിടെ നിന്ന് വാങ്ങിയിട്ട്
നാട്ടിലേക്ക് വന്ന് ആ ഡ്രസ്സുകൾ ഇടുമ്പോൾ എൻ്റെ മമ്മീനെല്ലാം ഒരുപാട് കളിയാക്കുമായിരുന്നു ആളുകളും. അന്ന് മാക്സി ഡ്രസ്സ് ഒന്നും നാട്ടിൽ അത്ര കോമൺ ഒന്നുമല്ല. അപ്പൊ മമ്മി ഡൽഹിയിൽ നിന്ന് മാക്സി ഡ്രസ്സസ് അല്ലെങ്കിൽ സൽവാർ കമീസ് എല്ലാം വാങ്ങിയിട്ട് നാട്ടിൽ വന്നിട്ട് ഇടുമ്പോൾ ആളുകൾ ഭയങ്കരമായി കളിയാക്കുമായിരുന്നു. ഇതെന്താണ്, ഇത് പള്ളിയിൽ അച്ഛന് ലോഹയാണോ ഇട്ട് നടക്കുന്നത്, ഇത് എന്ത് വേഷം കേട്ടാണ്, അങ്ങനെയെല്ലാം പറഞ്ഞ് ഒരുപാട് കളിയാക്കലുകൾ മമ്മിയൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഒരു ടീനേജേഴ്സ് ആയപ്പോൾ ഞങ്ങൾ വേറൊരു സ്റ്റേറ്റിലാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. അവിടെ താമസിക്കുമ്പോൾ ജീൻസ് പാൻസ് എൻ്റെ പാരൻസ് എനിക്ക് തോന്നുന്നത് നായിഡു ഹോൾസ്, നല്ലി സിൽസ് അങ്ങനെയൊക്കെയുള്ള കടകളിൽ നിന്ന് ആണ് ഡ്രസ്സുകൾ വാങ്ങിച്ചു തരാറ്. അപ്പൊ അവിടെ ജീൻസ് പാൻസ് എല്ലാം ഗേൾസിനൊക്കെ അവൈലബിൾ ആണ് അന്നത്തെ കാലത്ത്. അപ്പൊ ഞങ്ങൾ അതെല്ലാം വാങ്ങിയിട്ടിട്ട് കേരളത്തിൽ വരുമ്പോൾ ഭയങ്കര കളിയാക്കലേറ്റ് ഏറ്റവും അങ്ങനെ അന്ന് വേറെ എന്തൊക്കെയോ പേരുകളാണ് വിളിക്കാറ് ഞങ്ങൾ പാൻസ് ആൻഡ് ജീൻസ് ഇട്ട് നടക്കുന്നതിന്. അപ്പോൾ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും മാക്സി ഇടുന്നു, പാൻസ് ആൻഡ് ടീഷർട്ട്സ് ആൻഡ് ജീൻസ് എല്ലാം ഇട്ട് നടക്കുക. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള വേഷത്തിലാണ് നടക്കുന്നത് അല്ലേ? അപ്പൊ ഇത്രയും വർഷത്തില് പക്ഷെ എത്ര അധികം വർഷം എടുത്തു ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരാനായിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്രയും കാലമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മാറാം. അങ്ങനെ ഒരു ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു റിജിഡ് ആൻഡ് ചെറിയ ഒരു ചിന്താഗതി ഉള്ള ഒരു സംസ്കാരമൊന്നുമല്ല. നമ്മൾ വളരെ ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള സംസ്കാരമുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ബ്രോഡ് മൈൻഡഡ് ആയിട്ട് പെട്ടെന്ന് നല്ലതിനായിട്ടുള്ള ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ച് ആണെങ്കിൽ വൈ നോട്ട് പ്രോഗ്രസീവ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഇന്ന് ഞാൻ നാട്ടിൽ വരുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ്. എല്ലാ ആളുകളും പലതരത്തിലുള്ള ഡ്രസ്സുകളിലാണ് നടക്കുന്നത്, ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അപ്പൊ ആ ബ്യൂട്ടിയെ സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയാവുന്നത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അവരെയൊന്നും കുറ്റം പറഞ്ഞും കളിയാക്കിയിട്ടും എല്ലാം ചെറുതാക്കാതിരിക്കാം അല്ലേ, നമ്മുടെ പെൺമക്കളെയും പെൺകുട്ടികളെയും സ്ത്രീകളെയും എല്ലാം. പിന്നെ അന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ കസിൻ ഒരാള് അവിടെ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ എഞ്ചിനീയറിംഗ് യൂണിഫോം ഉണ്ട് ഈ പാൻസ് ആൻഡ് ഷർട്ട് ഇടുന്നത്. അപ്പോൾ പുള്ളിക്കാരി എന്താണ് പ്രോജക്ട് ഡേയ്സിൽ യൂണിഫോം ഇട്ട് പാൻസ് ആൻഡ് ഷർട്ട് ഇട്ട് പോകുമ്പോഴും ഒരുപാട് കളിയാക്കലുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് സ്റ്റോറീസ് പറയും, നാട്ടില് കസിൻസിനെല്ലാം കാണാൻ പോകുമ്പോൾ പറയണ കേൾക്കാം, ഇങ്ങനെ കളിയാക്കി എൻ്റെ യൂണിഫോം കണ്ടിട്ട് എന്നൊക്കെ. അപ്പൊ ഇന്ന് അങ്ങനെയൊന്നും കളിയാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളും കാലത്തോടൊപ്പം ഒരുപാട് പ്രോഗ്രസ് ചെയ്തു, ആക്സെപ്റ്റിംഗ് ആണ് ആളുകളെല്ലാം. ആൻഡ് ഈ റീസെന്റ് ഇതിപ്പോ ഞാൻ പറയുന്നത് ഒരു 20-30 ഇയേഴ്സ് മുന്നത്തെ കാര്യങ്ങളാണ് കേട്ടോ. 35 ഈവൻ ഇയേഴ്സ് മുന്നത്തെ കാര്യങ്ങളാണ്, ഈവൻ 40 ഇയേഴ്സ് മുന്നത്തെ കാര്യങ്ങളാണ് പറയുന്നത്. റീസെന്റ്ലി ഒരു 10 ഇയേഴ്സ് മുന്നേ എനിക്ക് തോന്നുന്നു, ഞാൻ പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഇത് എനിക്കൊരു റീസെന്റ് ഇൻസിഡന്റ് ആയതുകൊണ്ട് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യിക്കണമെന്ന് തോന്നി. ഒരു കുട്ടി, എനിക്ക് തോന്നുന്നു ചെറിയ പ്രായമുള്ള ഒരു കുട്ടി, ഒരു 2-3 ഇയേഴ്സ് കാണും. അതിന്റെ അമ്മ ഒരു ടീഷർട്ട് വാങ്ങി ഇട്ട് കൊടുത്തു ആ കുട്ടിക്ക്. ആ ടീഷർട്ടുമേ എഴുതിയിട്ടുണ്ട് ACDC എന്നാണ് ആ ടീഷർട്ടുമേ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ അമ്മയും കുട്ടിയും ഫാമിലി നിൽക്കുന്ന ഒരു ഫോട്ടോ ഈ അമ്മ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഈ അമ്മയുടെ ഒരു പരിചയക്കാർ, ഒരു എക്സ് കൊലീഗ് എന്നൊക്കെ പറയാം. അപ്പൊ ആ എക്സ് കൊലീഗ്, നമുക്ക് അയാളെ പെൽവിക് ഗോബർ എന്ന് വിളിക്കാം. അപ്പൊ ഈ പെൽവിക് ഗോബർ വന്ന് കമന്റ് ഇട്ടു, എന്തെന്ന്, നിങ്ങൾ എന്ത് ടീഷർട്ടാണ് ഈ കുട്ടിക്ക് വാങ്ങി ഇട്ട് കൊടുത്തിരിക്കുന്നത്? അപ്പൊ ഈ അമ്മയ്ക്ക് മനസ്സിലായില്ല എന്താണെന്ന്. കാരണം ആ ടീഷർട്ടിന് ACDC ഈസ് എ വെസ്റ്റേൺ ബാൻഡ്, മ്യൂസിക് ബാൻഡ്, അതിന്റെ ടീഷർട്ടാണ് ഈ കുട്ടിക്ക് വാങ്ങിയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിലൊരു തെറ്റുമില്ല. അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്തോ കറണ്ട് റിലേറ്റഡ് ആണ്. ACDC കറണ്ട് ഉണ്ടല്ലോ, കറണ്ട്. അപ്പൊ അവരുടെ പെർഫോമൻസസ് ഇലക്ട്രിഫൈങ് ആയതുകൊണ്ടാണ് അവരുടെ ബാൻഡിന് ACDC എന്ന് പേരിട്ടിരിക്കുന്നതും. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബാൻഡാണ്. അതിന്റെ ടീഷർട്ട്സ് എല്ലാം വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആണല്ലോ എല്ലാ സ്ഥലങ്ങളിലും. അതുകൊണ്ട് ഇവരുടെ ഹസ്ബൻഡ് ഒരു മ്യൂസിക്കെല്ലാം, വെസ്റ്റേൺ മ്യൂസിക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടും ഈ ബാൻഡിന്റെ ഫാൻ ആയതുകൊണ്ട് ഈ കുട്ടിക്ക് ടീഷർട്ട് വാങ്ങി കൊണ്ടുവരികയും ഈ അമ്മ കുട്ടിയെ ഈ ഡ്രസ്സ് ഇടിപ്പിക്കുകയും ചെയ്തു. ഒരു ടീഷർട്ട്, ഓക്കെ, നോർമൽ ഒരു ACDC എന്ന് എഴുതിയ ടീഷർട്ട് ചെറിയൊരു 3 വയസ്സായ ഒരു കുട്ടി ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ ഒരു എക്സ് കൊലീഗ് വന്ന് കമന്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ ഈ കുട്ടിക്ക് ആന്റി ക്രൈസ്റ്റ് ഡെവിൾസ് ചൈൽഡ് എന്ന് എഴുതിയ ടീഷർട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ACDC എന്നുള്ളതിന് അയാളുടേതായ ഇഷ്ടങ്ങൾക്ക് അതിനെ മിസ്കൺസ്ട്രൂ ചെയ്തിട്ട്
ആ കുട്ടിയെയും അമ്മയും വേദനിപ്പിക്കുന്ന രീതിയിൽ കമന്റ് എഴുതുകയാണ്. അപ്പോൾ ഇത് റീസെന്റ് ഫേസ്ബുക്കിൽ വളരെ റീസെന്റ് ആയിട്ട് നടന്നൊരു ഇൻസിഡന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു കമന്റ് എഴുതുന്നത് അവിടെ ആ കുട്ടി ഒരു തെറ്റുകാരിയാണോ? എനിക്ക് തോന്നുന്നില്ല. അതിന്റെ അമ്മ ഒരു തെറ്റുകാരിയാണ്. ആ വേഷത്തിൽ എന്താണ്, ഒരു ടീഷർട്ട് ഒരു ചെറിയൊരു കുട്ടി ഇട്ടിരിക്കുന്നു. അത് AC/DC എന്നുള്ളത് ബാൻഡ് അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അതിന്റെ മീനിങ്. പക്ഷെ ഇയാൾ വന്നിട്ട് അതിനൊരു റോങ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അത് അവിടെ അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പൊ അതില് ഈ പറയുന്ന വ്യക്തി മാത്രമാണ് അതില് അങ്ങനെ ഒരു റോങ് ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ട് ആ സിറ്റുവേഷനെ തന്നെ മിസ്കൺസ്ട്രൂ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊന്നും നമുക്കൊന്നും പറയാനില്ല. അത് അവരുടെ ഉള്ളിലുള്ള പോയ്സൺ മാത്രമാണ് പുറത്ത് ചാടുന്നത്. അല്ലാതെ അത് ഒരു വ്യക്തി ധരിക്കുന്ന വസ്ത്രത്തിലോ ബ്രാൻഡിന്റെയോ ഒന്നും പ്രശ്നമല്ല. അത് അവരുടെ ഉള്ളിലുള്ള പോയ്സൺ മാത്രമാണ് പുറത്തേക്ക് സ്പ്രെഡ് ആവുന്നത്. അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്ത്രീകളെയും നമ്മുടെ കുട്ടികളെയും എല്ലാം ഇങ്ങനെയുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തി കരിയർ നശിപ്പിക്കാനോ അവരുടെ ആംബിഷൻസ് ഇല്ലാതെയാക്കാനും ദയവ് ചെയ്ത് ശ്രമിക്കാതിരിക്കുക. അങ്ങനത്തെ ഒരു കൾച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക. കാരണം ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷന് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഒരു രാജ്യത്തിന്റെ ഉന്നമനം എന്ന് പറഞ്ഞാൽ അതിൽ വെറും ഒരു സ്പെസിഫിക് ജെൻഡറിന്റെ കോൺട്രിബ്യൂഷൻ മാത്രമല്ല കൺസിഡർ ചെയ്യപ്പെടുന്നത്. കാരണം അതിൽ ഈക്വൽ ഓർ മോർ പ്രപ്പോർഷനിൽ ഓരോ രാജ്യത്തും ഓരോ നാടുകളിലും സ്ത്രീകളും ഉണ്ട്. അപ്പൊ അവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ആ രാജ്യത്തിന്റെ. അപ്പൊ ദയവ് ചെയ്ത് സ്ത്രീകളും കുട്ടികളും എല്ലാം മുന്നോട്ട് വരുമ്പോൾ അവരുടെ കോൺഫിഡൻസിനെയും അവരുടെ പ്രൊഫഷണൽ ഇൻട്രസ്റ്റുകളെയും സെൽഫ് റെസ്പെക്റ്റുകളെയും എല്ലാം ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ സിറ്റുവേഷനെ മിസ്കൺസ്ട്രക്ട് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്ത് അവരെ ഡീമോട്ടിവേറ്റഡ് ആക്കി ഇല്ലാതെയാക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കാതിരിക്കുക. കാരണം ഇപ്പം ഓരോ ഇൻഡിവിജ്വലും എടുത്തു നോക്കുമ്പോൾ അവരും അവരുടെ ഫാമിലിക്കും അവരുടെ സൊസൈറ്റിക്കും അവരുടെ കമ്മ്യൂണിറ്റിക്കും അവരുടെ വർക്ക് ചെയ്യുമ്പോൾ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പൊ അവരുടെ പാർട്ട്ണറും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡബിൾ. ദ ഔട്ട്പുട്ട് ടു ദ കൺട്രി, ടു ദ സൊസൈറ്റി, ടു ദ കമ്മ്യൂണിറ്റി ഈസ് ഡബിൾ. സോ വൈ നോട്ട് യൂസ് ഇറ്റ്? വൈ നോട്ട് യൂട്ടിലൈസ് ഇറ്റ്? വൈ നോട്ട് യൂട്ടിലൈസ് ദ റിസോഴ്സസ്? ഇപ്പൊ ഒരു സ്ത്രീ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ റിസോഴ്സ് ആണ്. മലയാളത്തിൽ എന്ന് പറയും, ഇറ്റ്സ് ലൈക്ക് ഒരു അസറ്റ് ആണ്. അപ്പൊ അവർ ആ രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് ചെറിയ രീതിയിൽ അവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ചെറിയ മൈൻഡ് സെറ്റ് ആയിട്ട് കാര്യങ്ങളെ കണ്ട് ഇങ്ങനെയുള്ള ബിഗ് ഡെവലപ്മെന്റ്സിനെ ഇല്ലാതെയാക്കാൻ ആരും ശ്രമിക്കരുത്. നമുക്ക് ആസ് എ സൊസൈറ്റി ഇത് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി പറയണം. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആള് ഫുൾ ബോൺ ആൻഡ് ബ്രോഡപ്പ് ഇൻ കേരളയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ കൊണ്ടുപോയിട്ട് ലൈക്ക് ഒരു ഫുൾ കംപ്ലീറ്റ്ലി ഹൈഫൈ ആൻഡ് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് എനിക്ക് വാങ്ങിച്ചു തന്നത്. അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഞാൻ കല്യാണത്തിന് മുമ്പ് ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പൊ കല്യാണത്തിന് ശേഷമാണ് അങ്ങനെയുള്ള ഡ്രസ്സുകളെല്ലാം എനിക്ക് വാങ്ങി തന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാരണം സാധാരണ എല്ലാവരും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളുമാണ് കേൾക്കാറ്. വസ്ത്രങ്ങൾ ധരിക്കാതെ ഞങ്ങൾക്കെല്ലാം സാധാരണ വളരെയധികം കുറ്റപ്പെടുത്തലുകളാണ് ഞങ്ങളുടെ നാട്ടില്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഡ്രസ്സുകൾ വാങ്ങിയിട്ട് വരുമ്പോൾ സാധാരണ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും കേട്ടിട്ടുള്ളിടത്ത് നിന്ന് ഇങ്ങനെ ഒരു ഡിഫറെന്റ് ചിന്താഗതിയുള്ള ഒരാളെ കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ശരിക്കും, ഇങ്ങനെയും ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ നമുക്കൊരു സ്ഥലത്തിനെയോ ഒരു സ്റ്റേറ്റിനെയോ അങ്ങനെ ഫുൾ കുറ്റം പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. ചില ആളുകളുടെ ചിന്താഗതി ഇങ്ങനെയും ചില ആളുകളുടെ ചിന്താഗതി വളരെ പുരോഗമനം ഫോക്കസ്ഡ് ആണ്.
അപ്പോൾ നമുക്ക് ആ ഹോൾ പ്ലേസിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഹോൾ സ്റ്റേറ്റിനെ കുറ്റം പറയാനോ പറ്റില്ല. ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നവരും ചില ആളുകൾ വളരെ പ്രോഗ്രസീവായിട്ട് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവരും മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ഞാൻ തന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളും അതിന് നല്ലതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും ഫോർ ദ ഫ്യൂച്ചർ. അപ്പൊ എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ പോയിന്റ്സും കവർ ചെയ്തു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ദയവ് ചെയ്ത് ഉപദ്രവിക്കാതിരിക്കുക. കാരണം അവരും നമ്മുടെ കുടുംബത്തിൻ്റെയും സൊസൈറ്റിയുടെയും കമ്മ്യൂണിറ്റിയുടെയും രാജ്യത്തിൻ്റെയും എല്ലാം ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും എല്ലാം അവരും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. ഓരോരുത്തരും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ ദ്രോഹിക്കുകയോ അറ്റാക്ക് ചെയ്യുകയോ ചെയ്യാത്തിടത്തോളം കാലം അവരുടെ ഇൻഡിവിജ്വാലിറ്റി വെച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. ഈവൻ റെസ്പെക്ട് ചെയ്തില്ല, നമുക്കത് ഇഷ്ടമില്ല എങ്കിൽ പോലും അവരെ പേഴ്സണലി ഫിസിക്കലി പ്രൊഫഷണലി ഒന്നും അറ്റാക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അത് എഗെയിൻസ്റ്റ് ദ ലോ ആണ്. അപ്പൊ അത് തിരിച്ചറിഞ്ഞ് ആൻഡ് ഭാരത സംസ്കാരത്തിനെ എല്ലാം മിസ്കൺസ്ട്രക്ട് ചെയ്യാതിരിക്കുക, ഫാക്ട്സിനെ ഡിസ്കസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല സൊല്യൂഷൻ സമൂഹത്തിന് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. സോ താങ്ക് യു ഓൾ ഫോർ യുവർ ടൈം. എന്തെങ്കിലും കോൺട്രഡിക്ഷൻസ് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. സോ താങ്ക് യു ഓൾ. ബൈ.